ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള ഒരു കാറ്, or the 5-bedroom house. അല്ലെങ്കിൽ ഒരു 5 ബെഡ്റൂം ഉള്ള ഒരു വീട്. Now, these are all comparative. ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. My neighbor of my own status, my own profession, my own job, he has all these things. So, to be in comparative with him or to maintain my status in that neighborhood, I need to have that. എന്റെ നിലയിലും എന്റേതുപോലെ ജോലിയുള്ള ആ നിലയിലൊക്കെയുള്ള എന്റെ അയൽക്കാരന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കും ഇത് ആവശ്യമാണ്. So these are more comparative, and we feel we need these things because we compare ourselves with others. ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നമുക്കത് വേണമെന്നും തോന്നാം, എന്നാൽ അത് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. But by the way, we are not supposed to be comparing ourselves with others in that way, but then that's the human logic. നാം വാസ്തവത്തിൽ മറ്റുള്ളവരെ ആ നിലയിൽ താരതമ്യപ്പെടുവാൻ പാടില്ല, എന്നാൽ മനുഷ്യന്റെ യുക്തി അങ്ങനെയാണ്. And fifthly, the next level is the luxury needs. അഞ്ചാമതായിട്ട് ആഡംബര കാര്യങ്ങൾ. Now this will be personal, but we are highly accountable for that. അത് വ്യക്തിപരമായിട്ടുള്ളതും എന്നാൽ വളരെ ഉത്തരവാദിത്വം നിറഞ്ഞിട്ടുള്ളതായിട്ട് കാര്യമാണ്. For example, I want my house to be, fully carpeted with the very expensive type of carpet. ഉദാഹരണമായിട്ട് എന്റെ ഭവനം നല്ല വിലയുള്ള കാർപ്പറ്റ് ഉപയോഗിച്ച് അത് അങ്ങനെ ചെയ്യണം. Or the whole house or wall should be paneled with teak wood. തേക്ക് തടി കൊണ്ട് മുഴുവൻ വീടും പാനൽ ചെയ്യണം. Or having a jacuzzi at home. ഒരു jacuzzi, a mini swimming pool. Okay. ഒരു സ്വിമ്മിംഗ് പൂൾ എന്റെ ഭവനത്തിൽ വേണം. Now, these are all luxury needs. ഇതൊക്കെ ആഡംബരപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. The personal, and we are highly accountable. അത് വ്യക്തിപരമായിട്ടുള്ളതും എന്നാൽ അത് വളരെ ഉത്തരവാദിത്വമുള്ള നാം കണക്ക് കൊടുക്കേണ്ടതുമാണ്. So we cannot come to a level and say, well, this is the limit, or this is okay, $5,000 a month. This is the limit for a Christian family. No, Bible does not support us that. നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല. ഈ ഒരു പരിധി ഇത്ര ഒരു മാസം ഇത്ര പണം ചെലവഴിക്കണം, ആ നിലയിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. But then we are accountable to God for all these things. എന്നാൽ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. I would just put one more category. ഞാൻ ഒരു വിഭാഗം കൂടെ പറയാം. I call it as the lavish needs. ആർഭാട കാര്യങ്ങളെന്ന് ഞാൻ അതിനെ പേര് വിളിക്കുന്നു. This could be surplus and unproductive. അത് വാസ്തവത്തിൽ അമിതവും ഉപയോഗം ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. I heard about somebody who has got 16 car porches for his house. ഞാൻ ഇങ്ങനെ കേട്ടു ഒരാൾക്ക് 16 കാർ ഷെഡുകൾ ഉണ്ടെന്ന്. Or one wedding where they give the Bisleri mineral water bottle for washing hands. കൈ കഴുകാൻ വേണ്ടി ബിസ്ലറി മിനറൽ വാട്ടർ കൈ കഴുകാൻ വേണ്ടി കല്യാണത്തിന് കൊടുത്തു എന്ന്. Maybe they have it. ഒരുപക്ഷെ അവർക്ക് അത് ഉണ്ടായിരിക്കാം. But then these are lavishly. എന്നാൽ ഇതൊക്കെ ആർഭാട കാര്യങ്ങളാണ്. Now why I just put it in this category? എന്തുകൊണ്ടാണ് ഞാൻ ഈ കാറ്റഗറിയിൽ അത് ഇട്ടത്? We all struggle to manage finance based on our needs. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സമ്പത്ത് വിനിയോഗിക്കാൻ വേണ്ടി നാം ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. But where does our need, the so-called need that we are struggling for, stand in this? ഇതിനോടുള്ള ബന്ധത്തിൽ നാം ഈ പാടുപെടുന്നതിന്റെ ആ ആവശ്യം എവിടെ നിൽക്കുകയാണ്? Which is our cut-off line? അതാണ് നമ്മുടെ കട്ട് ഓഫ് ലൈൻ. Are we putting it here in the first level itself? That's the okay. That's my need, nothing beyond that. ഇവിടെ കാണിച്ചിരിക്കുന്ന അതിനപ്പുറമായിട്ട് എന്റെ ആവശ്യങ്ങളൊന്നുമില്ല. Or do I put this as my basic needs? ഒരുപക്ഷെ എന്റെ മാന്യതയ്ക്കുള്ള സൗകര്യങ്ങൾ എന്റെ അടിസ്ഥാന ആവശ്യമായിട്ട് വെക്കാമോ? Or do I think the lavish needs, that's my basic? എന്റെ ആർഭാട സൗകര്യങ്ങളാണ് എന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് എനിക്ക് വെക്കാമോ? I'm just putting it in this way that we can think about our spending and our management of finance. നമ്മുടെ പണം ഏത് വിധത്തിൽ നാം ചെലവഴിക്കുന്നു എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. Ultimately we are answerable to God. ആത്യന്തികമായിട്ട് നാം ദൈവത്തോട് മറുപടി പറയേണ്ടവരാണ്, കണക്ക് കൊടുക്കേണ്ടവരാണ്. Our conscience should justify us. നമ്മുടെ മനസ്സാക്ഷി നമ്മെ നീതീകരിക്കണം. Now James writes in chapter 4 verse 13 to 16. യാക്കോബ് 4:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, today or tomorrow we will go to such and such a city, spend a year there, buy and sell and make a profit, whereas you do not know what will happen tomorrow. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തെ കാണുന്നതും പിന്നെ
പോകുന്നതുമായ ആവിയല്ലോ. And then when come down in verse 15, he says, instead you ought to say, if the Lord wills, we shall and do this or that. തുടർന്ന് നാം വായിക്കുന്ന കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യാം എന്നല്ലയോ പറയേണ്ടത്. If the Lord wills. കർത്താവ് What will happen tomorrow? നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Ultimately the Lord is in control. ദൈവമാണ് ആത്യന്തികമായിട്ട് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. It is God who makes one rich. It is God who pulls one down. ഒരാളെ ഉയർത്തുന്നതും ഒരാളെ താഴ്ത്തുന്നതും ദൈവം തന്നെയാണ്. So when we think of managing the God-given resources, ദൈവം തന്നിട്ടുള്ള ആ സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങളെ നാം ഉപയോഗിക്കുമ്പോൾ we should always have a sense of accountability. നാം എപ്പോഴും അത് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. I want to add one thing here. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. God has not made some believers to be poor and some believers to be rich. ദൈവം ചില വിശ്വാസികളെ പാവപ്പെട്ടവരായിട്ടും ചിലരെ ധനവാന്മാരായിട്ടും സൃഷ്ടിച്ചിട്ടില്ല. It's a wrong terminology to classify somebody as poor believers and somebody as rich believers. പാവപ്പെട്ട സഹോദരനെന്നും ധനവാനായിട്ടുള്ള സഹോദരനെന്നും ആ നിലയിൽ തരംതിരിക്കുന്നത് തന്നെ തെറ്റാണ്. Maybe we are used to that terminology, we keep saying that. നാം ഒരുപക്ഷെ അങ്ങനെ പറയാറുണ്ടായിരിക്കാം. But all are one in Christ. All are one in Christ. എല്ലാവരും ഒരു ക്രിസ്തുവിൽ ഒന്നാണ്. So when I accept the Lord Jesus, ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ what do I say? ഞാൻ എന്താണ് പറയുന്നത്? I accept you as my Lord and Savior. ഞാൻ കർത്താവും രക്ഷിതാവുമായിട്ട് കർത്താവിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. Lord and Savior, not just Savior but also the Lord. രക്ഷകനായിട്ട് മാത്രമല്ല കർത്താവുമായിട്ടും. What does the word Lord means? എന്താണ് ഈ കർത്താവ് എന്നുള്ളതിന്റെ അർത്ഥം? All that I have, you are the Lord over that. എനിക്കുള്ളത് എല്ലാ കാര്യങ്ങളെയും കർത്തൃത്വം നടത്തുന്നത് കർത്താവാണ്. That means when I accept Him, I surrender all what I have to Him. ഞാൻ ഈ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ എനിക്കുള്ളതെല്ലാം കർത്താവിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. If I have this pen, എനിക്കൊരു പേനയുണ്ടെങ്കിൽ I will tell, this is yours. ഞാൻ ഇങ്ങനെ പറയും, ഈ പേന കർത്താവിന്റെയാണ്. You are the Lord. കർത്താവാണ് ഇതിന്റെ കർത്തൃത്വം നടത്തേണ്ടത്. Another person, whatever he has, he lays it there. Another person, whatever he has, he also gives it. മറ്റൊരു വ്യക്തിക്ക് തനിക്കുള്ളതെല്ലാം ആ കർത്താവിന് ആ നിലയിൽ കൊടുക്കുന്നു. So when we start the Christian life, we start with zero balance. All of us. നാം ക്രിസ്തീയ ജീവിതം തുടങ്ങുമ്പോൾ നാം എല്ലാവരും സീറോ ബാലൻസിലാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. Because I have given it to Him and I said, you are the Lord over that. കാരണം ആ കാര്യങ്ങളെല്ലാം ഞാൻ കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവാണ് ഈ കാര്യത്തിന്റെ ഒക്കെ കർത്തൃത്വം നടത്തേണ്ടതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. And the Lord responds back. അതിന് കർത്താവ് തിരിച്ച് പ്രതികരിക്കും. This is mine. ഇത് എന്റെയാണ്. You have surrendered it to me. നീ എനിക്കിതെല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. But the Lord can respond in different ways. ദൈവത്തിന് പല നിലയിൽ അതിനെ പ്രതികരിക്കുവാൻ കഴിയും. He can keep it back for Himself. അത് ദൈവത്തിന്റെ കയ്യിൽ തന്നെ അത് വെക്കാം. And He will give me a small pencil. Okay, for time being you manage with this pencil. തൽക്കാലം നീ ഇത് ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പെൻസില് ദൈവം പകരമായിട്ട് തിരിച്ച് നമുക്ക് തന്നിരിക്കും. Can I complain? You took my Parker pen and gave me only a pencil. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പരിഭവിക്കാൻ പറ്റുമോ? എന്റെ പാർക്കർ പെൻ ദൈവം എടുത്തിട്ട് എനിക്കൊരു പെൻസിലേ തന്നുള്ളൂ എന്ന്? No. ഇല്ല, പാടില്ല. You surrendered. കാരണം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതാണ്. When you surrender, you didn't even have a pencil. ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പെൻസിൽ പോലും ഇല്ലായിരുന്നു. But He gave you a pencil. എന്നാൽ ദൈവം ഒരു പെൻസിൽ നമുക്ക് തന്നിരിക്കുകയാണ്. Other option is, മറ്റൊരു വശത്ത് He will take this and keep. ദൈവം ആ പേന എടുത്തു വെച്ചിട്ട് He will give me a better pen. ഇതിനേക്കാൾ നല്ല ഒരു പേന ദൈവം നമുക്ക് തിരികെ തരും. A more expensive pen. അതിനേക്കാൾ വില കൂടിയ ഒരു പേന. He will say, use this for my work. എന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ വില കൂടിയ പേന നീ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട്. That is also His gift. അതും ദൈവത്തിന്റെ ദാനമാണ്. The third option is, മൂന്നാമത്തെ വശം, He will take this ഈ പേന ദൈവം എടുത്തിട്ട് and He will say, ദൈവം ഇങ്ങനെ പറയും, now this is mine, ഇതിപ്പോൾ എന്റെയാണ്, but I give this to you. ഞാനിത് നിനക്ക് തിരികെ തരുന്നു. This is mine, ഇത് എന്റെയാണ്, I am giving it to you, ഞാൻ നിനക്ക് ഇത് മടക്കി തരുന്നു, to use it for my work. എന്റെ പ്രവർത്തനത്തിന് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി. So what I had, I still have with me. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കാര്യം ഇപ്പോഴും എന്റെ കയ്യിൽ ഉണ്ട്. But the ownership belongs to the Lord. എന്നാൽ അതിന്റെ ഉടമസ്ഥാവകാശം കർത്താവിനാണ്. And let me tell you, almost all of us are in that category. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നാം മിക്കവാറും എല്ലാവരും ആ കാറ്റഗറിയിലുള്ളവരാണ്. Except some people like Apostle Paul
who lost everything that they had when they ആ, surrendered. അപ്പോസ്തലനായ പൗലോസ് ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു, എല്ലാ കാര്യങ്ങളും ചിലവഴിച്ചതായിട്ട്. So don't ever think that I have so much, it is all mine, I can do anything that I want. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, എനിക്ക് ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ആ മനോഭാവം പാടില്ല. So the biblical point is, we are only the stewards of all what we have. He is the owner of that. തിരുവചന പ്രകാരം നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും ഇതിന്റെ ശുശ്രൂഷക്കാരാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. So if one is given more is expected out of him. ഒരാൾക്ക് ദൈവം ധാരാളമായിട്ട് കൊടുത്തെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ദൈവം ധാരാളമായിട്ട് മടക്കി പ്രതീക്ഷിക്കുന്നുണ്ട്. He is accountable in a more greater level, larger level. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവം ധാരാളമായിട്ട് അധികമായിട്ട് ആ വ്യക്തിയോട് കണക്ക് ചോദിക്കും. The lesser you have, the lesser you are accountable. കുറച്ച് ലഭിച്ചവന്റെ കയ്യിൽ നിന്ന് കുറച്ച് മടക്കി ചോദിക്കും. So we need to be very, very careful of how we handle the God-given resources. ഈ ദൈവം തന്നിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ നാം വളരെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. If anyone says that, well, this is all mine, God has nothing to do with that, that only means when we said you are my Lord, we were hypocrites, we were not truthful. എന്റെ ഈ കയ്യിലുള്ളതൊക്കെ എന്റേതാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ദൈവം തന്നാണ് ആ നിലയിൽ പറയുമ്പോൾ നാം ഒക്കെ കപടഭക്തിക്കാരായിട്ട് മാറുകയാണ്. Now, is God interested in man's needs? മനുഷ്യന്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് താല്പര്യമുള്ളവനാണോ? Yes. God created man's needs before he created man. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യന്റെ ആവശ്യങ്ങളെ കണ്ടിരുന്നു. A ready-made earth was created for man. ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത്. And man was expected to be a caretaker of all God's creation. ആ ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷകനായിട്ട് ദൈവം മനുഷ്യനെ പ്രതീക്ഷിച്ചു. Man was created for fellowship, not for toiling. അധ്വാനിക്കുവാനായിരുന്നില്ല മനുഷ്യനെ ഉണ്ടാക്കിയിരുന്നത്, എന്നാൽ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയായിരുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. So God is basically interested in the needs of man. മനുഷ്യന്റെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം താല്പര്യമുള്ളവനായിരുന്നു അടിസ്ഥാനപരമായിട്ട്. Secondly, we see God is the owner of all and the sustainer and the provider for all. ദൈവം സകലത്തിനും അധിപതിയും സംരക്ഷകനും ആണ്. Everything on earth belongs to the Lord. ലോകത്തിലുള്ള സർവ്വ കാര്യങ്ങളും ദൈവത്തിനുള്ളതാണ്. He provides even for the least of his creation. ഏറ്റവും എളിയ സൃഷ്ടിക്ക് പോലും ദൈവം ആവശ്യമായിട്ടുള്ളത് നൽകി കൊടുക്കുന്നു. And it is vain to toil without God's blessing. ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ അധ്വാനിക്കുന്നത് വ്യർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. But then why is man toiling to earn? എന്നാൽ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? The biblical view is the pressure for needs is the consequence of disobedience. അനുസരണക്കേട് മുഖാന്തരമാണ് ഈ നിലയിലുള്ള ഈ കഷ്ടപ്പാട്, ഈ അധ്വാനം ഉണ്ടായത്. We know in the beginning it was that. നമുക്കറിയാം ആദിയിൽ അങ്ങനെ ഉണ്ടായി. God had made all that was needed for man before he created man. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു. But it was man's selfishness and disobedience that put him to forced labor and bring this pressure upon himself. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേടും സ്വയമായിട്ടുള്ള ആ കാര്യങ്ങളാണ് ഈ നിലയിലുള്ള ഒരു കാര്യത്തിലേക്ക് അവനെ വലിച്ചിഴച്ചത്. Even today man's selfishness puts him into pressure. ഇന്നും മനുഷ്യന്റെ സ്വാർത്ഥത ഈ നിലയിലുള്ള ആ സമ്മർദ്ദത്തിന് അവനെ ഇടയാക്കുന്നു. But the Bible says godliness with contentment is great gain. എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന സംതൃപ്തിയോടുള്ള ദൈവഭക്തി വളരെ ആദായകമാണെന്ന്. Secondly, we see the mindset on money matters much in family. നമ്മുടെ കുടുംബത്തിൽ ധനത്തോടുള്ള നമ്മുടെ ആ ധാരണ, ആ മനസ്സിലാക്കൽ, മനോഭാവം വളരെയധികം വിലപ്പെട്ടതാണ്. Many things that is happening in our family much depends on how our mind is tuned towards money. ധനത്തോട് നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ആയിരിക്കുന്നത്. That is why in Matthew 6:21 read, where your treasure is, there your heart also will be. അതുകൊണ്ടാണ് മത്തായിയുടെ ലേഖനം 6:21 പറയുന്നത്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുമെന്ന്. Seek first his kingdom and his righteousness, and all these things shall be given unto you. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. So given a chance for a choice between God and money, what will be our choice? ദൈവവും സമ്പത്തും എന്നുള്ള രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരു തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് തരികയാണെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് അതിൽ നിന്ന് ഏതായിരിക്കും? Our mindset
makes a big difference. നമ്മുടെ ആ ചിന്താഗതി ഒരു വലിയ വ്യത്യാസം അവിടെ ഉണ്ടാക്കുന്നു. Now let me come with this background to the strategies to family finance management. ആ പശ്ചാത്തലത്തിൽ ഈ സമ്പത്ത് ഏത് നിലയിൽ ചിലവഴിക്കണമെന്നുള്ള ആ നയന്ത്രമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരട്ടെ. What strategies we can really adopt here? ഏത്